Good afternoon. Once again, welcome back to ICT class. ഇപ്പോൾ നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞു, മാർക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, മാർക്കിൻ്റെ കാര്യം പറഞ്ഞാൽ കുറച്ച് പേർക്ക് മാർക്ക് കുറച്ച് കുറവാണ്. എല്ലാവരും എന്നല്ല, ഭൂരിഭാഗം കുട്ടികളും നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നല്ല മാർക്കുണ്ട്. പക്ഷേ അതിൽ കുറച്ച് കുട്ടികൾക്ക് മാർക്ക് കുറച്ച് കുറവ് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്തതിൻ്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ റിസൾട്ടിൽ കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. കാരണം ഈ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ സ്കൂളിൽ വന്ന് ലാബിൽ വന്ന് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ചാപ്റ്റർ. ചാപ്റ്റർ 7, മേക്കിംഗ് എ പ്രസൻറ്റേഷൻ ഇംപ്രസീവ്. അധ്യായം 7, അനുപമമാക്കാം അവതരണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിബർ ഓഫീസ് ഇംപ്രസ് എന്നുള്ള സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, മേക്കിംഗ് എ പ്രസൻറ്റേഷൻ ഇംപ്രസീവ് അല്ലെങ്കിൽ അനുപമമാക്കാം അവതരണം എന്നുള്ള ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിബർ ഓഫീസ് ഇംപ്രസ് എന്നുള്ള സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ലിബർ ഓഫീസ് ഇംപ്രസ് ഈസ് എ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഇൻ ഉബുണ്ടു. ഉബുണ്ടുവിലുള്ള ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ലിബർ ഓഫീസ് ഇംപ്രസ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 8th-ലും 7th-ലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അതിൻ്റെ ഒരു തുടർച്ച, കണ്ടിന്യൂഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ്, ഹൗ ക്യാൻ വി ഓപ്പൺ ലിബർ ഓഫീസ് ഇംപ്രസ്? എങ്ങനെയാണ് നമ്മൾ ലിബർ ഓഫീസ് ഇംപ്രസ് ഓപ്പൺ ചെയ്യുക? എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. ഗോ ടു ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബർ ഓഫീസ് ഇംപ്രസ്. ഓക്കെ, യെസ്, ഈ രീതിയിൽ നമുക്ക് ലിബർ ഓഫീസ് ഇംപ്രസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ലിബർ ഓഫീസ് ഇംപ്രസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന വിൻഡോ, ദിസ് ഈസ് ദ ഫസ്റ്റ് വിൻഡോ, സെലക്ട് ടെംപ്ലേറ്റ്. ഇവിടുന്ന് ഒരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഡിസൈൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ ഡിസൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസൈനായിട്ട് എന്ത് വരും, നമുക്ക് കിട്ടുന്ന സ്ലൈഡ്സ് ഒക്കെ വരും. ഇഷ്ടമുള്ളൊരു ഡിസൈൻ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ലിബർ ഓഫീസ് ഇംപ്രസിലുള്ള ഓരോ പേജസിനെയാണ് നമ്മൾ സ്ലൈഡ്സ് എന്ന് പറയുക. നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം സ്ലൈഡ്സ് എന്ന് പറഞ്ഞൊരു പാനൽ. ഓക്കെ, ലിബർ ഓഫീസ് ഇംപ്രസിലുള്ള പേജസിനെയാണ് സ്ലൈഡ്സ് എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലോക പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിൽ അവതരിപ്പിക്കാൻ ആഗോള താപനത്തെക്കുറിച്ച് പ്രസൻറ്റേഷൻ നമുക്ക് റെഡിയാക്കണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് കുട്ടികളെന്നാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? വർഷ ആൻഡ് വിപിൻ ആർ പ്രിപ്പയറിംഗ് എ പ്രസൻറ്റേഷൻ ഇൻ ദ കമ്പ്യൂട്ടർ ഓൺ ദ ടോപ്പിക് ഗ്ലോബൽ വാർമിംഗ്. അപ്പോഴെന്താണ് ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുക? പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഓരോ സ്ലൈഡിലും നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ടോപ്പിക്കിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി എന്ത് ചെയ്യുക, ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുക. എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടന്റ് എന്നും അതിനൊക്കെ ആനിമേഷൻ കൊടുക്കുക, അതിലേക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ലിബർ ഓഫീസ് ഇംപ്രസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ നിന്നും ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ് എന്നും പറഞ്ഞിട്ട് 2 ബോക്സസ് കാണാം. ഇവിടെ നമുക്ക് ഇഷ്ടമില്ല എന്താണ് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റ് ജോസഫ് HS പുഷ്പഗിരി എന്നുള്ള ടെക്സ്റ്റ് നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. ഓക്കെ, സെൻറ്റ് ജോസഫ് HS പുഷ്പഗിരി. ഓക്കെ, ഇത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെറ്റിങ്സിൽ പോയിട്ടാൽ go to properties, then we can change the font name of this text. Okay, font size നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. We can change the font size also from here. Then bold ചെയ്യാം, ഇറ്റാലിക് ആക്കാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അണ്ടർലൈൻ കൊടുക്കാം. Then we can change the font color also. Okay, ഓക്കെ. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിന് നമുക്കൊരു ആനിമേഷൻ കൊടുക്കാൻ പറ്റും. ആനിമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ്? ജസ്റ്റ് സെലക്ട് ദ ടെക്സ്റ്റ്. ഓക്കെ, ഫസ്റ്റ് യു സെലക്ട് ദ ടെക്സ്റ്റ് ആൻഡ് go to format menu, then object and shape, then text. Format menu, object and shape, and then text. ഇവിടെ text animation ഉണ്ട്, രണ്ട് ടാബ് ഉണ്ട്. Okay, there are two tabs and effect. We can select the effect from here. There is 4 effects: blink, scroll through, scroll back and forth, and scroll in. Okay, then choose a select and give the direction. Okay, then click on OK. Yes, നമ്മുടെ ആനിമേഷൻ വന്നിട്ടുണ്ട്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിലാണ് ആനിമേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വലിയ സ്ക്രീനിൽ കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം സ്ലൈഡ് എന്ന ഓപ്ഷനോ അല്ലെങ്കിൽ F5 എന്നുള്ള ഓപ്ഷനോ കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ നമ്മുടെ വിൻഡോയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ഷോ അടിക്കാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്താൽ പുതിയൊരു പേജ് ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പിക്ചർ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പിക്ചർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് we can select the insert image button. ഇവിടെ insert image button ഉണ്ട്. അല്ലെങ്കിൽ go to insert menu, ഇവിടെ ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഏത് ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ ഏതെങ്കിലും കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ആ പിക്ചർ വേണം, എന്നാലും മാത്രമേ നമുക്കിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് സേവ് ചെയ്താൽ നമുക്ക് ഏത് ഫോർമാറ്റാണ് കിട്ടുക? നമുക്ക് ഈ പ്രസൻറ്റേഷൻ ഫയൽ സേവ് ചെയ്യാൽ ഗോ ടു ഫയൽ സേവ്. ഓക്കെ, ഫയൽ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ കൊടുത്താൽ നമുക്ക് ODP എന്നുള്ള ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടുക. ODP. ഓക്കെ, ലിബ്രോഫിസ് ഇംപ്രസിൻ്റെ ലിബ്രോഫിസ് ഇംപ്രസ് എന്നുള്ള പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൻ്റെ എക്സ്റ്റൻഷൻ ഫയൽ ഫോർമാറ്റ് ഈസ് ODP. ഓക്കെ, അൺടൈറ്റിൽഡ് 1.odp. അതുപോലെ തന്നെ ലിബ്രോഫിസ് റൈറ്ററിൻ്റെ എക്സ്റ്റൻഷൻ, ദ എക്സ്റ്റൻഷൻ ഓഫ് ലിബ്രോഫിസ് റൈറ്റർ ഈസ് ODT or OTT. ODT or OTT. ഓക്കെ, അതുപോലെ ലിബ്രോഫിസ് കാൽക്കിൻ്റെ എക്സ്റ്റൻഷൻ ODS ആണ്. ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 10th നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട്
കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ബാക്കിയുള്ള സെക്ഷൻസ്. ഓക്കെ, let's wind up today's session. Okay, we'll see you on next class. Okay, thank you.